നമ്മളുടെ കസ്റ്റമർ വീടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി, ഇങ്ങനെ ഒരു വലിപ്പത്തിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് അവര് ഈ വീട് വന്നതിന് ശേഷമാണ് വാങ്ങിയത്. അപ്പം നമുക്ക് ബാക്കിൽ സ്പേസ് ഉണ്ട്, ഫ്രണ്ടിലില്ല. അപ്പൊ ആ ബാക്കിലുള്ള സ്പേസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പം നമുക്ക് വീട് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തു നേരത്തെ ഇവിടെ ഒരു ചെറിയ കിച്ചൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. ആ ചെറിയ കിച്ചണിന് അതിന്റെ കൂടെ നമ്മൾ ആ വർക്ക് ഏരിയനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും സ്പേസ് ആണ് നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് എടുത്തത്. നേരത്തെ ഇവിടെ ഡ്രോയിങ്ങും ഡൈനിങ്ങും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഡ്രോയിങ് റൂം മാത്രം ഇവിടെ ആക്കിയിട്ട് ഡൈനിങ് സ്പേസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തൊക്കെ മാറ്റേണ്ടത്, ഇത് രണ്ടും കൂടി ഒരുമിച്ചായതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിന്റെ ബാക്കിലേക്ക് നമ്മൾ പുതിയതായിട്ട് കുറച്ച് സ്പേസ് എടുത്തു. ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൺ തന്നെയാ. നമ്മള് കൂടുതലും ആൾക്കാർ ഇപ്പൊ കിച്ചണിലാണ് വർക്ക് ചെയ്യണതും നിക്കണതൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്നവർക്ക് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓപ്പൺ കിച്ചൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഈ ഏരിയ കാണാനും പാടില്ല. അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്റീരിയറിൽ ഇവിടെ 2 ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. ആ സമയം അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ഈ കബോർഡിനുള്ളിൽ ഓരോന്നിനും ഓരോ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിന്റെ മെയിൻ കൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പ്രൈവസിയും കൂടി നമുക്ക് അത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് എല്ലാവരുടെ ഒരു ആവശ്യമാണ് അടുക്കളയിൽ ഒരു വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ 2 ഭാഗമായി തട്ട് തിരിച്ചിട്ടുണ്ട്. മോൾ ഭാഗത്ത് നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്യാം, താഴ്ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നിരത്തി വെക്കാം. കുട്ടികൾക്ക് ഇവിടെ ഈ മോൾ ഭാഗത്ത് നിന്ന് പഠിക്കുകയും ചെയ്യാം. ഇതിനോടൊപ്പം ഈ നമുക്ക് വെള്ളമൊക്കെ മറിഞ്ഞ് വീണ് പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. പോയാൽ തന്നെ താഴത്തേക്കേ പോവുള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്പൺ കിച്ചണിലെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഇത്. നമ്മൾ ഒട്ടും സ്പേസ് കളയാണ്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ താഴ്ഭാഗത്താണെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ നമ്മൾ സ്ഥിരം അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തൊട്ട് ടോപ്പ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ ടവർ യൂണിറ്റും പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ ഈ ലൈറ്റുകളൊക്കെ കൂടി ചേരുമ്പോ ഒരു പ്രത്യേക ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി. ഒരു കിച്ചൺ എന്ന് പറഞ്ഞാലേ കുറെ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മളൊരു കിച്ചണാക്കി മാറ്റണത്. അതിൽ കളേഴ്സ്, മെറ്റീരിയൽസ് അങ്ങനെ പല സംഭവങ്ങളും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഡാർക്ക് ഷെയ്ഡിൽ താഴ്ഭാഗത്ത് കൊടുത്തു. അതിന്റെ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് നമ്മൾ മോൾ ഭാഗത്ത് കൊടുത്തു. ദെൻ ഇവിടെ ഒരു വുഡ് പീസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ മോണോട്ടണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ സ്ലാബ് ഒരു വൈറ്റ് ഷെയ്ഡിൽ കൊടുത്തപ്പോ അതിന് മാച്ച് ആയിട്ട് ഒരു മൊറോക്കൻ ടൈൽ വെച്ചിട്ട് നമ്മുടെ വോള് സെറ്റ് ചെയ്തു. അതും ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഘടകമായിട്ട് നമ്മൾ എടുത്തതാണ്. നമ്മൾ ഈ സൈഡിലാണ് ഗ്യാസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്യാസിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ കട്ട്ലറി ട്രേ നമ്മൾ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വർക്ക് ഈസി ആക്കാൻ വേണ്ടി അതൊരു ഉപയോഗമാണ്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.